നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ഷോപ്പിൽ നടന്ന 69 ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറിയെ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. മീഡിയ വാർത്തകൾ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ വാർത്തകൾ മുക്കുന്നതിനുള്ള ഒരു പ്രത്യേകതയും മീഡിയയ്ക്കുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഒരു മീഡിയയും ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ ഒന്നും പുറത്തു വരുന്നില്ല. അപ്പോൾ പലരും നമ്മൾ വിളിച്ച് ചോദിക്കുന്നത് മാറ്റർ കോംപ്ലിമെൻറ്റ്സ് ആക്കിയോ, ഈ പെൺകുട്ടികൾ എവിടെ, പെട്ടെന്ന് 3 പെൺകുട്ടികളെ കാണാനില്ല. തിരുവനന്തപുരത്ത് നഗരത്തിൻ്റെ ലൈം ലൈറ്റിൽ നിന്ന് പെട്ടെന്ന് 3 കുട്ടികൾ കാണാതാവുകയാണ്. പോലീസ് എന്ത് നടപടി എടുത്തു? ഒന്നിനൊരു ഉത്തരവില്ല. ഇതിനിടയ്ക്ക് നിലമ്പൂർ ഇലക്ഷൻ ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞു. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണം മന്ത്രിമാർക്കും പുങ്കവന്മാർക്കും ഒക്കെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ കാര്യങ്ങളിൽ എന്ത് വേണമെന്ന് ആലോചിക്കും. ഇതിനിടയ്ക്ക് സംഭവം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഈ കുട്ടികളുടെ പരാതിയും കൃഷ്ണകുമാറിൻ്റെ പരാതിയും ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ചിനെ വിട്ടത് കൊണ്ട് 18-ാം തീയതി പരിഗണിക്കേണ്ടിയിരുന്ന ശ്രീ കൃഷ്ണകുമാറിൻ്റെ മകളുടെ മുൻകൂർ ജാമ്യാപേക്ഷ 25-ലോട്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാറ്റിയതായിട്ടാണ് കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിയിപ്പ്. 25-ാം തീയതി വരെ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ഏറ്റവും രസകരമായിട്ടുള്ള വളരെ ക്യൂറിയസ് ആയിട്ടുള്ളൊരു കാര്യം, പെട്ടെന്ന് ലൈം ലൈറ്റിൽ നിന്ന ഈ 3 പെൺകുട്ടികളും 69 ലക്ഷം രൂപയുടെ ഇടപാടും പെട്ടെന്ന് എങ്ങനെ മാഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുണ്ടാകുന്ന ദുരൂഹത. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ കറുപ്പ് വെളുപ്പൻ 2 വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ചോദിക്കുന്നത്, ഇതിനകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഈ 69 ലക്ഷം രൂപ തട്ടിച്ചുകൊണ്ട് പോയ ഒരാൾ ആ കുട്ടികളെ അറസ്റ്റ് ചെയ്യണമെന്നും മറ്റ് നടപടികൾ എടുക്കണമെന്നും പറഞ്ഞിട്ട് ശ്രീ കൃഷ്ണകുമാർ കൂടുതൽ പ്രഷർ കൊടുത്തിട്ടില്ല. പോലീസും അന്വേഷിക്കുന്നില്ല ഈ കുട്ടികൾ എവിടെയാണെന്ന്. കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അറസ്റ്റ് ചെയ്ത് നോർമൽ ആയിട്ടെങ്കിലും അറസ്റ്റ് ചെയ്തിട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിടാമായിരുന്നു. അതും ചെയ്തില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ചില പോലീസിൻ്റെ ചില ഉന്നതരും സമുദായ സംഘടനകളിലെ ചില ഉന്നതരും ഇടപെട്ട് സംസാരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അപ്പം മാറ്റർ കഴിയുന്നതും കോംപ്രമൈസ് ആയിട്ട് പോകും. ഇതിനകത്തുള്ള ഇനി മറ്റ് രേഖകളൊന്നും പുറത്തോട്ട് വരാൻ പോകുന്നില്ല. ഇതായിരിക്കും അവരുടെ തന്ത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി, നമസ്കാരം.